Good afternoon to all. Good afternoon, ma'am. Good afternoon. എന്താണ് ജോയിൻ ആവുന്നേയുള്ളൂ എഴുത്തുകൾ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ബേബിയെ കണ്ട ചിരിച്ചേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ടൈം വേസ്റ്റ് ചെയ്യില്ല കേട്ടോ. സ്റ്റാർട്ട് വിത്ത് പ്രയർ, ആൻഡ് അങ്ങനെ. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ. നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യണ്ട, സ്റ്റാർട്ട് ചെയ്യൂ. അപ്പോഴൊക്കെ എല്ലാവരും ജോയിൻ ചെയ്തോളൂ. ഞാൻ തന്നെ പ്രയർ ചൊല്ലട്ടെ. എന്ത് ചെയ്യണം? നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ശക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ശക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മിസ്. സൈൻ ചെയ്യുന്നത് ഞാനാണ് മാം. എന്നും വെയിലാളം വന്നു കണ്ണിൽ തൊട്ടാലും നിന്നെ കണി കണ്ടേ നിന്നെ കണി കണ്ടേ മണിമുത്തേ മുത്തുണരൂ. എന്നും വെയിലാളം വന്നു കണ്ണിൽ തൊട്ടാലും നിന്നെ കണി കണ്ടേ മണിമുത്തേ മുത്തുണരൂ. തുമ്പ കൊണ്ടു തോണി തുമ്പിക്കൊണ്ടു കണ്ണെഴുത്തിനെന്നും കാണാ കണ്ണാടി. തുമ്പ കൊണ്ടു തോണി തുമ്പിക്കൊണ്ടു കണ്ണെഴുത്തിനെന്നും കാണാ കണ്ണാടി. വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നോ കൈമണിക്കാറ്റേ. ഇളനെഞ്ചിലെ തൊട്ടിലെ താരാട്ട് പാട്ട് എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ. മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ. താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ. പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലെന്റെ മുട്ടിയില. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരും പൂവേ. സൈൻ ഇൻ ബൈ വിന്ദുജ.
ഓക്കെ ഓക്കെ വിദ്യ. പിന്നെന്താ കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണ് മാം. മാമിന് സുഖല്ലേ? പിന്നെ എല്ലാരും നേരിട്ട് കണ്ടതിന്റെ ഒരു സന്തോഷം. എനിക്കിപ്പോ പേരൊക്കെ നമ്മള് പേര് വായിക്കുമല്ലോ, എനിക്കിപ്പോ ഓരോരുത്തരെ അറിയാം. രമ്യ 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 ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമായി എനിക്കത്. എപ്പോഴും പേര് ഞാൻ ഓർത്തില്ല. ഭയങ്കര ഭയങ്കര വിഷമായി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കില്ല ഇനി. ഓക്കെ, രമ്യ കേൾക്കുന്നൊന്നും എനിക്ക് അറിയില്ല. എന്താ മിസ്സേ? ഇപ്പൊ കേറിയുള്ളൂ മിസ്സേ, ലേറ്റ് ആയി പോയി. എല്ലാരും കണ്ടതിൽ ഭയങ്കര സന്തോഷം എന്ന് പറയാം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി മിസ്സേ. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒത്തിരി സന്തോഷിച്ച ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അത് മിസ്സുമാരെ കണ്ടപ്പോ പ്രത്യേകിച്ച് എല്ലാരും കാണാൻ പറ്റി. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി, ഒത്തിരി സന്തോഷം. നമ്മളെ കാണാൻ വേണ്ടി മിസ്സുമാരെല്ലാം വന്നല്ലോ മാം, അതന്നെ വലിയ കാര്യ. ഞങ്ങള് വന്ന് കണ്ണെന്നാന്ന് പറഞ്ഞ മറന്നുപോയി മിസ്സേ. പ്രാക്ടിക്കലി ചെയ്യാനുള്ള കാരണം കൊണ്ടാ വന്നെന്ന് പോലും ഞങ്ങൾ മറന്നുപോയി. ആ സമയത്ത് മെറ്റീരിയൽസിലൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാനൊന്നും ഞങ്ങൾക്ക് സാധിച്ചില്ല. എല്ലാരും കണ്ട് സംസാരിക്കുന്ന തിരക്കിലായി പോയി. പിന്നെ കുറച്ചൊക്കെ ഞങ്ങൾ ചെയ്തു, എന്നാലും എല്ലാരും കാണാൻ പറ്റി. വളരെ സന്തോഷം മിസ്സേ. അത് വന്നപ്പോഴേക്ക് തോന്നിയിട്ടോ എന്തൊരു സന്തോഷാ. ഇത് വന്നപ്പോഴേ എല്ലാവരും എണീറ്റ് നിന്നപ്പോ എന്റെ കിളിയിൽ പോയി. ഷോ അതാണെങ്കിൽ പിന്നെ നിങ്ങളോടൊന്നും പറയാനും പറ്റുന്നില്ല. ഞാനാകെ വല്ലാത്തൊരവസ്ഥയിലായി പോയി. നമ്മളിങ്ങനെ ഓൺലൈനിൽ കൂടെ സംസാരിക്കുന്നത് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് എന്ത് പറയണം ഒരു ഐഡിയ ഇല്ലാണ്ടായിപ്പോട്ടോ. അതാണ് രസമുണ്ടായിരുന്നു. ഞാനൊരു കോൺവെക്കേഷൻ വരും കേട്ടോ. കോൺവെക്കേഷൻ കുറച്ചുകൂടെ രസമായിരിക്കും. ഇതിനേക്കാൾ രസം കോൺവെക്കേഷൻ. ഓക്കെ, ഇപ്പൊ വരാൻ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും അല്ലെ? തീർച്ചയായിട്ടും മിസ്സേ. ഞങ്ങൾ വന്ന മിസ്സേ ഞങ്ങൾക്ക് കോൺവെക്കേഷൻ 16th ബാച്ചിന്റെ കൂടെയാണെന്ന് സാറ് പറഞ്ഞിരുന്നു. ആണോ? അതെ, 16th ബാച്ച്. ആ ബാച്ച് എന്തോ ഞങ്ങളെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റാത്ത പോലെയാണ് കഴിഞ്ഞ ഫ്രൈഡേയിലെ ക്ലാസ് നടന്നത്. ഞങ്ങള് ഭയങ്കര എന്താണ് ഓവർ സ്മാർട്ട് ആണ്. ഞങ്ങള് ക്ലാസ് മിസ്സുമാര് ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങളുടെ സംസാരം കൊണ്ട് റെക്കോർഡ് കേൾക്കുന്നവർക്ക് ക്ലാസ് കാണാൻ പറ്റുന്നില്ലാന്നോ അവർക്ക് ഭയങ്കര പരാതി. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല മിസ്സേ. ഞങ്ങൾ 1 വർഷമായിട്ട് ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇല്ല. കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞു, അറിയുന്നുണ്ട് ഞാൻ എല്ലാരും. പക്ഷെ മിസ്സേ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞങ്ങളെല്ലാരെയും ഒരേപോലെയാണ് കാണുന്നത്. മിസ്സിനെ അറിയാവോന്ന് അറിയില്ല. ഞങ്ങളെല്ലാരും നമ്മുടെ ഗ്രൂപ്പിലുള്ളത് അതിപ്പോ PG ആയാലും നമുക്ക് ഒരേപോലെയാണ് കാണാൻ തോന്നത്തുള്ളൂ. നമ്മൾ ആരും പരസ്പരം കണ്ടിട്ടില്ല. നമ്മൾക്ക് വോയിസിലൂടെയും അല്ലെങ്കിൽ വീഡിയോയിലൂടെയൊക്കെയാണ് നമ്മൾ പലരെയും കാണാത്തവരും ഉണ്ട്. എന്നാലും നമ്മളെല്ലാം ഒരു ഫാമിലി എന്ന രീതിയിലാണ്. പക്ഷെ അവര് സംസാരിച്ചതും ഒരാളെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു, പിന്നെ ഞങ്ങളെ ഫുള്ളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വിഷമം തോന്നിയ ഒരു ദിവസമായിരുന്നു ഫ്രൈഡേ. കാരണം ഞാൻ പിന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി, ഞാൻ പിന്നെ ഇപ്പൊ റെക്കോർഡും കേട്ടപ്പോഴാണ് കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തത് അവർ പറയുന്നത്. എന്തോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതെന്താ അങ്ങനെ സംസാരിച്ചേന്ന്. കാരണം അവർക്ക് റെക്കോർഡഡ് ക്ലാസ് കേൾക്കാൻ പറ്റുന്നില്ല അത്രയും. ഞങ്ങള് മിസ് നമ്മൾ ചോദിക്കുന്നതിന് ഓരോ അനുഭവമാണ് നമ്മൾ ഓരോ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ അതറിയാതെ ഇന്ന് ഞാൻ അശ്വതി മിസ്സിന്റെ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുകയും ചെയ്തു. ഇപ്പോഴാണ് ഞാൻ ക്ലാസ് കണ്ടു തീർന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ. ഇനി അതിനെന്തോ ആവോ എന്തോ എനിക്കറിയില്ല മിസ്സേ. എനിക്കത് പറയണമെന്ന് തോന്നി. മിസ്സിന്റെ അടുത്ത് ആയതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതല്ല, നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിന് മിസ്സുമാര് ചോദിക്കുന്നതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്താലേ ആ ഒരു ക്ലാസ് നന്നായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ഇപ്പൊ നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് ലൈവ് ക്ലാസിന്റെ ആവശ്യമില്ലല്ലോ. അതല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് PG ക്ലാസ്സിൽ കയറി 2 ദിവസമായിട്ട് തോന്നിയത്, ഇന്നലെ ഇന്നും തോന്നിയത്, അവരാരും ഇപ്പൊ സൈലന്റ് ആണ്. അവരാരും ഒന്നും പറയില്ല. സാധാരണ മിസ്സുമാരെ അങ്ങനെ വിളിക്കുമ്പോൾ അവർ സംസാരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ മാത്രമാണ്. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഫീൽ ചെയ്തു, ഇനി എന്താണ് ആ ക്ലാസ്സിൽ നടന്നത് കൂടുതലായിട്ട് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ആ ക്ലാസ് കാണാൻ ശ്രമിച്ചത്. പക്ഷെ മിസ്സേ നല്ല വിഷമം തോന്നുന്നുണ്ട്. നമ്മളത് അപ്പോഴേ വിട്ടു, നമ്മൾ അപ്പോഴേ കളഞ്ഞു അത്. പക്ഷെ അവരിപ്പോഴും അതിനെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. ഇന്ന് അശ്വതി മിസ് ചോദിക്കുകയും ചെയ്തു, ബാക്കി ആരെന്താ റെസ്പോണ്ട് ചെയ്യാത്തെ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു.
അപ്പോ അവർക്ക് എന്തോ നമ്മളെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സാറ് പറയുകയും ചെയ്തു 16th ബാച്ചിന്റെ കൂടെയാണ് ഞങ്ങളുടെ കോൺവെക്കേഷൻ എന്ന്. ഇതില് എനിക്ക് പറയാവുന്ന ഞാൻ ചുമ്മാ കേൾക്കും. ഓക്കെ, എനിക്ക് തോന്നിയതാണ് സാർ. ഞാൻ 2 ബാച്ചും പഠിപ്പിക്കുന്നുണ്ട്. 15 എടുക്കുന്നുണ്ട്, 16 എടുക്കുന്നുണ്ട്. എല്ലാ ബാച്ചും ഓരോ MT ബാച്ചിലെയും ഓരോ സ്റ്റുഡൻസും അല്ലെങ്കിൽ ഓരോ ബാച്ചസും ഡിഫറെന്റ് ആണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളോട് മാത്രം എനിക്ക് 16നോട് ഈ കാര്യം തന്നെ എനിക്ക് ഞാൻ പറയാൻ പോവാം. പക്ഷെ അവർ എന്നോട് കാര്യം പറഞ്ഞിട്ടില്ല. കാരണം ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോ എന്നോട് പറയാൻ തോന്നിയത് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് അല്ലെ. എല്ലാ ബാച്ചിനും ആ അറ്റാച്ച്മെന്റ് വരണമെന്നില്ല. അല്ല നമുക്ക് അത്രയും എനിക്കിപ്പോ 40 ഇയർ ആയി. എനിക്ക് 40 ഇയേഴ്സ് ആയി ഞാൻ. അപ്പൊ എനിക്ക് അത് കേട്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി മിസ്സേ. ഇന്നത്തെ ആ റെക്കോർഡഡ് ക്ലാസ് കേട്ടിട്ട് നമ്മൾ അങ്ങനെയല്ല, നമ്മൾ എല്ലാരെയും ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉള്ളവരാണ് നിങ്ങൾ എല്ലാവരും. അപ്പോ നമുക്ക് ഒരാൾ ഒരുമിച്ച് പഠിക്കുകയാണ്, നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയാ തോന്നി. പക്ഷെ ഇന്ന് ആ റെക്കോർഡഡ് കേട്ടപ്പോ എനിക്ക് വളരെ വിഷമമായി മിസ്സേ അതിനകത്ത് സംസാരിക്കുന്നത് കേട്ടപ്പോ. കാരണം അവർക്ക് റെക്കോർഡഡ് കേൾക്കാൻ പറ്റുന്നില്ലെന്ന് ഞങ്ങൾ കാരണം. അതാണ് അവർ പറഞ്ഞത്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ മിസ്സുമാർ ഇങ്ങോട്ട് ചോദിക്കുന്നതിന്റെ അനുഭവമാണ് അങ്ങോട്ട് പറയുന്നത്. നമ്മളുടെ ഓരോ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഓരോ സംഭവങ്ങൾ കണക്ട് ചെയ്താണ് പറയാം. അപ്പൊ ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നതും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. അപ്പൊ അവർക്കത് റെക്കോർഡ് പോലും കേൾക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ഈ സംസാരം കാണുന്നത്. അപ്പൊ അവർക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ലേ മിസ്സേ അതിന്റെ അർത്ഥം? അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഇപ്പോ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് പറയുന്നല്ല. ഞാൻ അതിന് തന്നെ പറയാണ്, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല കാര്യം. ഓക്കെ, നമ്മള് മറ്റുള്ളവരെ നോക്കി നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അവരെന്തും ഇപ്പോ ഒരാൾ എന്ത് ചിന്തിക്കുന്നു എന്നത് അയാളുടെ ഇഷ്ടമാണ്. മനസ്സിലായോ? അത് ആരാണെങ്കിലും അതങ്ങനെയാണ്. അത് നമ്മൾ എത്ര കറക്റ്റ് ചെയ്യാൻ നോക്കിയാലും അവരാരും ഇതേ ചിന്തിക്കും. അപ്പൊ അതങ്ങനെ നിങ്ങൾ വിട്ടേക്കുക. നമ്മളെല്ലാവരും അതേപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും ഒരു കാര്യം ചെയ്യുന്നില്ല. നമ്മൾ മൈൻഡ് ചെയ്യണ്ടെന്നേ. കൂടുതൽ അത്രയേ ഉള്ളൂ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇപ്പൊ തന്നെ നിങ്ങളുടെ ബാച്ചില് ഇംഗ്ലീഷിന്റെ പോർഷൻ തീർന്നിട്ടില്ല, വേറെ ടീച്ചേഴ്സിന്റെ പോർഷൻ തീർന്നിട്ടില്ല. ശ്രദ്ധിച്ചോ നിങ്ങളത്? പോർഷൻ തീരുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ അത്രയും ആക്റ്റീവാണ്. ഇപ്പൊ തന്നെ എനിക്ക് പോർഷൻ തീർക്കാനുണ്ടെങ്കിൽ പോലും ഞാൻ സംസാരിക്കുകയാണ്. സംസാരിക്കണം എന്തുകൊണ്ടാണ്? ഇന്ററാക്ഷൻ വളരെ കൂടുതലാണ് ക്ലാസ്സിൽ. അതുകൊണ്ടാണ് നമുക്ക് പോർഷൻസ് തീരാനുള്ളത്. എല്ലാ ക്ലാസ്സും ഇതുപോലെയല്ല. പക്ഷെ മിസ് ഞങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നു, ലാസ്റ്റ് ആയപ്പോ തോന്നുന്നു അത്ര ആക്റ്റീവ് ആവേണ്ടി വന്നില്ല. നമ്മൾ പഠിച്ചിട്ട് പോവുക, അങ്ങനെ ആയിരിക്കണമെന്ന് തോന്നുന്നു ഇപ്പൊ. അതിന്റെ ആവശ്യമില്ല ഗോപി ചേച്ചി. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. അവരവരുടെ എന്ത് വേണമെങ്കിലും പറയട്ടെ. അത് നോക്കേണ്ട കാര്യം നമ്മളെന്തിനാ സങ്കടപ്പെടുന്നേ? അതിന്റെ ഒന്നും യാതൊരു കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു, നമ്മുടെ ബാച്ചിലെ കുട്ടികളുടെ കാര്യം നോക്കുന്നു. അതിൽ നമ്മൾ തീരുമാനിച്ചിരുന്നേ. അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. അത് മതിയെന്നേ. ഇപ്പൊ കോൺവെക്കേഷൻ ഒരുമിച്ചാണെങ്കിലും നമ്മളത് മൈൻഡ് ചെയ്യണ്ട. അവരവരുടേതായ രീതിയിൽ, നമ്മൾ നമ്മുടേതായ രീതിയിൽ. അത്രേ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ല. സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. ഓരോരുത്തരുടെ വിലയുണ്ട് കേട്ടോ. ഓരോ ബാച്ചാണ്. 15th ബാച്ച് വേറെ, 16 ബാച്ച് വേറെ. ഈ 2 ബാച്ചിനെയും എനിക്കറിയാം. ഞാൻ 2 ബാച്ചിനെ പഠിപ്പിക്കുന്നതാണ്. ഈ 2 ബാച്ചിനെയും എനിക്കറിയാം. ഓക്കെ, അതുകൊണ്ട് ഞാനിപ്പോ ഇന്ന് പറയുമ്പോഴും എനിക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ഓപ്പൺ ആയിട്ട് ക്ലാസ്സിൽ വന്നിന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നതൊക്കെ റെക്കോർഡറാണ് അല്ലെ. മറ്റുള്ളവർക്ക് ഒരു ഹേറ്റ് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആസ് ടീച്ചേഴ്സ് അങ്ങനെയാണ്. പക്ഷെ ഡയറക്റ്റ്ലി നമുക്ക് സംസാരിക്കാം. പക്ഷെ ഞാൻ കോമൺ ആയിട്ട് പറയാണ്, നിങ്ങൾ അവര് ക്ലാസ്സിൽ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കുകയോ പഠിക്കാതിരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടല്ലോ. ക്ലാസ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യണം, ക്ലാസ്സിൽ എങ്ങനെ സംസാരിക്കണം അല്ലെ, എങ്ങനെ ബിഹേവ് ചെയ്യണം, ക്ലാസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. ഇതുവരെയും ഈ ക്ലാസ്സിൽ വന്ന ഒരു ടീച്ചേഴ്സും നിങ്ങളോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാം. അതേപോലെ തന്നെ ഫോളോ ചെയ്യും. അല്ലാതെ അവരുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല. ഇത് തന്നെയായിരിക്കും 4ാം ക്ലാസ്സിൽ പോയി പറയാം. മനസ്സിലായോ? അങ്ങനെ തന്നെയായിരിക്കും കോമൺലി ചെയ്യുന്ന കാര്യം ഇതാണ്. കോൺവെക്കേഷൻ ആണെങ്കിലും അവരോട് നന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലെന്നേ. നിങ്ങൾ നിങ്ങളുടെ വേർഷൻ നോക്കുക. അത് ഈ ബാച്ചിലല്ല, ലൈഫില് നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി കൂടി അതാണ് കേട്ടോ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്താ ചിന്തിക്കുക എന്നൊരു ചിന്ത നമുക്ക് ആവശ്യമില്ലെന്നേ. എന്തിനാ അല്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെ മതി. അതാണ് ലൈഫ്. അങ്ങനെ മുന്നോട്ട് പോവുക. ഇതല്ല ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് ഇനിയും വരും.
അവിടെ നിന്നൊക്കെ തോറ്റും പുറകോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, എനിക്ക് എന്റെ ലൈഫിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ മറ്റുള്ളവരുടെ കാര്യത്തില് ഓവറായിട്ട് ഇടപെടാനും പാടില്ല. മനസ്സിലായോ? എന്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എന്ത് കാര്യത്തിലാണ്, അത് സ്നേഹത്തിനാണെങ്കിൽ പോലും ഒരു ലിമിറ്റ് ഉണ്ട്. അമിതമായിട്ട് ഒരാളെ നമ്മൾ കെയർ ചെയ്യാനോ സ്നേഹിക്കാനോ ഒന്നിനും നിൽക്കണ്ട. അമിതമായാലും എന്തും വിഷമാണ്, എന്തും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. പുറകെ ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാം. അത് എന്തൊരു കാര്യം, ആളാകാം, സിറ്റുവേഷൻ ആകാം, എന്തും ആകാം. നമ്മൾ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിലാണ്. അയാൾ ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അയാൾ ഇല്ലെങ്കിലേ സന്തോഷിക്കാൻ പറ്റൂ. അങ്ങനെയല്ല കേട്ടോ. അപ്പൊ ആ ഒരു ചിന്താഗതി നിങ്ങൾ മാറ്റിയെടുക്കുക. നിങ്ങൾ പണ്ടത്തെ പോലെ ആക്റ്റീവ് ആവാനേ, പണ്ടത്തെ പോലെ നിങ്ങൾ ഇപ്പോഴും ആക്റ്റീവ് ആണ്. ഇതേപോലെ മുന്നോട്ട് പോവാ. അതിലെന്താ പ്രശ്നം? ആർക്കും പ്രശ്നമില്ല. പിന്നെന്താ, നമ്മള് 1 ഇയർ അല്ലെ, ഒരു കൊല്ലത്ത് നമ്മുടെ പരിചയമുണ്ട് അല്ലെ. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് എന്നെ അറിയാം. എല്ലാവരും ഇതുപോലെയല്ല. ഓരോരുത്തർക്ക് ഇപ്പോ പുതിയതായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ലൈഫിൽ അല്ലെ. ആളുടെ ക്യാരക്ടർ എന്താ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ആ ഫസ്റ്റ് ടൈം കാണുന്നവരോട് നമ്മൾ ആ രീതിയിലൊന്ന് ബിഹേവ് ചെയ്യാം. ഞാൻ എങ്ങനെയാണ് എന്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് മിങ്കിൾ ചെയ്യുന്ന ഒരാളല്ല. എവിടെയും ഞാനൊരു ഡിസ്റ്റൻസ് എവിടെയും കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. എവിടെയും ഓവറായിട്ട് ഒരാളെയും എന്താ പറയാ, തലയിൽ കയറാൻ അവസരം കൊടുക്കാന്ന് പറയില്ലേ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് എന്റെ അഡ്വൈസ് ആണ്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും അത് അക്സെപ്റ്റബിൾ ആവണമെന്നൊന്നുമില്ല. എനിക്ക് തോന്നിയൊരു കാര്യം, താന്ന് കൊടുക്കേണ്ടടുത്ത് താന്ന് കൊടുക്കുക, പറയേണ്ടടുത്ത് പറയാം. അത് ആരാണ്. ഓക്കെ, നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. എന്താണ് അത്? ഈ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ ഇതെല്ലാം പറയുന്നത്. ലൈഫിലേക്ക് വേണ്ടിയാണ്, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇനി ഈ ഇഷ്യൂനെ പറയുകയാണെങ്കിൽ, ഇനി അവരുണ്ട്, ഒരു ക്ലാസ്സിലുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യും, നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ പറഞ്ഞോ, ഓപ്പണായിട്ടൊക്കെ പറഞ്ഞോ കേട്ടോ. ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്ട്ലി പറയും. അപ്പുറം ഇപ്പുറം പോയി മാറി തിരിക്കാൻ പറയുന്നില്ല. ഇതും ഈ ഇഷ്യൂനെ ബേസ് ചെയ്ത് പറയുന്നല്ല, എനിക്ക് പറയാൻ തോന്നി. കാരണം ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും എപ്പോഴും. എന്തെങ്കിലും പറയാണെങ്കിൽ എനിക്കത് ഇഷ്ടമായില്ല, നീ പറഞ്ഞത് ഇഷ്ടമായില്ല പറയുമ്പോ ശ്രദ്ധിക്കേണ്ടത് ടോൺ മാറരുത്. ടോൺ മാറുമ്പോ ടോൺ ആണ് ഏറ്റവും വിഷയം അല്ലെ. നോർമലൈസ് ചെയ്ത് പറയാം, അത് ടോൺ മാറ്റി പറയാം, അതൊക്കെയാണ് ചെയ്യാം. അങ്ങനെയല്ല, എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പറയാണെന്ന് പറഞ്ഞാൽ അവിടെ തീരും. ഓക്കെ, അതല്ലാണ്ട് അപ്പുറം പോയി പറയാം ഇപ്പുറം പോയി പറഞ്ഞു തന്നെയാണ് പ്രശ്നം. ഓക്കെ, അതുകൊണ്ട് ആ വിഷയം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ, എല്ലാം കഴിഞ്ഞു. എല്ലാ ക്ലാസ്സിലും ഇപ്പോ എല്ലാ ടീച്ചേഴ്സിനോടും എല്ലാ ക്ലാസ്സിലും ഇതേപോലെ സംസാരിക്കണമെന്നില്ല കേട്ടോ. സ്റ്റുഡൻസ് ആണെങ്കിൽ എനിക്കൊരു എക്സ്പീരിയൻസ് പറയണമെങ്കിൽ ഞാനൊരു കാര്യം ഒരിക്കലും മറക്കില്ല. ലൈഫിൽ ഞാൻ മറക്കാത്തൊരു ഇൻസിഡന്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ ജോയിൻ ചെയ്ത ടൈമില് ബാച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു ബാച്ച് ഞാൻ ഇംഗ്ലീഷ് ഒരു ക്ലാസ് എടുക്കായിരുന്നു. ഫസ്റ്റ് ടൈം ആണ് കയറി. ഒരു കൂടി 1 വീക്ക് എങ്കിലും ആയിട്ടുണ്ടാവാം, മീൻ 1 or 2 വീക്ക് ആയിട്ടുണ്ടാവാം. ക്ലാസ് എടുത്തു. എനിക്കെതിരെ ഒരുപാട് കംപ്ലൈന്റ്സ് വന്നു. മനസ്സിലാകുന്നില്ല, ടീച്ചർ വേണ്ട എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കംപ്ലൈന്റ്സ് വന്നു. അതിനകത്ത് ഒരു വോയിസ് നോട്ടാ ഞാൻ കേട്ടു. പിള്ളേര് പറയുന്നില്ല, എന്താ പറയുന്നത് അറിയോ, എന്തോ ആ വോയിസ് നോട്ട് ഞാൻ ഒരിക്കലും മറക്കില്ല. ടീച്ചർ വേണ്ട, അതായത് ആ ബാച്ചിൽ ആദ്യമേ സാറായിരുന്നു ടീച്ചർ എടുക്കുന്നത്. ആ സാറ് മാറിയപ്പോഴാണ് ഞാൻ കയറിയത്. ഓക്കെ, അപ്പോ കുട്ടികളെല്ലാവരും സാറിനെ ആക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ കയറിയപ്പോ എന്റെ ടീച്ചിങ് വ്യത്യാസമുണ്ട്. വേ ഓഫ് ടീച്ചിങ് ഡിഫറെന്റ് ആയിരിക്കും ഓരോ ടീച്ചേഴ്സിന്. അവർ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് സ്പോട്ടിൽ അവർ കംപ്ലൈന്റ് ചെയ്യാം. ഒന്ന് പറഞ്ഞ് രണ്ടാമത് കംപ്ലൈന്റിലേക്ക് പോയിട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കംപ്ലൈന്റാ, ആ ടീച്ചറെ മാറ്റണം, ടീച്ചറെ തോന്നുന്നു മനസ്സിലാവുന്നില്ല, എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചു. അങ്ങനത്തെ കംപ്ലൈന്റ് ഞാൻ കേട്ടുള്ളൂ. ഒരു കോഴ്സിന് ഞാൻ, പക്ഷെ രസമായിരുന്നു. ഞാൻ എന്നിട്ട് ആ ക്ലാസ്സിൽ ചെന്ന് കയറി കംപ്ലൈന്റ് എല്ലാം കേട്ടതിന് ശേഷം ഞാൻ ക്ലാസ്സിൽ ചെന്നു. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. നോർമലി ക്ലാസ് എടുത്തു. അത് എന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു, സാധാരണ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നീട് അവര് ഫുള്ള് സോറി ആയിരുന്നു. സോറി മിസ്സേ. കാരണം ഇത്രയേ ഉള്ളൂ, നമ്മള് ഒരാളെ കണ്ടിട്ട്
അയാളെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ആൾ ഇങ്ങനെയാണ് എന്നെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. സൈൻ കൊടുക്കാം. സൈൻ കൊടുത്തിട്ട് ഓക്കെ അല്ലെങ്കിൽ എന്നിട്ട് പറയും. ഞാൻ ചോദിച്ചു നിങ്ങൾ ചെയ്തത് ഇത്രയാണ്, ഞാൻ 1, 2, 3 ക്ലാസ് എടുത്തിട്ടുള്ളൂ, എങ്കിൽ പോലും ഇത്രയും നല്ല രീതിയിൽ കംപ്ലൈന്റ് പറഞ്ഞു. പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചു നോക്കിയേ. ആവശ്യം ഉണ്ടായിരുന്നോ? കുറച്ച് കാലം പറഞ്ഞപ്പോ ഓക്കെ സോറി പറഞ്ഞു. അതിനുശേഷം ആ ബാച്ച് പാസ് ഔട്ടായി പോയപ്പോ ഈ കംപ്ലൈന്റ് പറഞ്ഞ ആ കുട്ടി തന്നെ എന്നോട് ഒരുപാട് സോറി പറഞ്ഞു. അവർക്ക് അവരുടെ ലൈഫിൽ കിട്ടിയൊരു പാടാണത്. ഒരിക്കലും നമ്മൾ ഒരാളെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? നമ്മളൊരു ഫ്രേസ് ഉണ്ട്, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. കവർ ആണെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അത്രയേ ഉള്ളൂ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഞാനത് പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിലോ എനിക്ക് നിങ്ങൾ പഠിപ്പിക്കാനേ പറ്റില്ലായിരുന്നു. ഞാൻ കേട്ട് വീട്ടിൽ പോയിരുന്നേനെ. ഇത്രയും കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഞാനെങ്ങനെയാ വരാ, ഞാനെങ്ങനെ ഫേസ് ചെയ്യാന്നൊക്കെ ആലോചിച്ചിരുന്നാല് ഞാൻ ഇപ്പൊ വീട്ടിലിരുന്നാണ് പിള്ളേരെ നോക്കി ഫസ്റ്റ് എടുത്താൽ തന്നെ. അങ്ങനെയല്ല, എനിക്കതൊക്കെ വാശിയാ. ഇപ്പൊ എത്ര ബാച്ചായി? 22 അല്ലെ 22nd ബാച്ചായി. ഇതാണ് ലൈഫിന്റെ. ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം നിസ്സാരമാണ്. കംപ്ലൈന്റ് അല്ലേ, പോട്ടെ. നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് അല്ലേ, വരട്ടെ. ആക്റ്റീവായി പിള്ളേർക്കെതിരെ കംപ്ലൈന്റ് വരും. മിണ്ടാതിരിക്കുമ്പോ കംപ്ലൈന്റ് വരുമോ? ഇല്ല. കംപ്ലൈന്റ് വരാൻ കാരണം എന്താ? നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആയിരുന്നോ അല്ലെ? കുറച്ച് ആക്റ്റീവായി, കുറച്ച് സംസാരിക്കുന്ന കുറച്ച് കൈൻഡ് ഓഫ് സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ്. അതായത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയില്ലേ, അതന്നെ. അത്രയേ ഉള്ളൂ. ഞാൻ ഇനി പറയാലോ, 15, 16 എടുക്കുന്ന ടീച്ചർ ആയതുകൊണ്ട് ഇത് പുറക്കോട് കേട്ടാൻ എനിക്ക് വിഷയമില്ല. ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് പറയാൻ പറ്റും 16 ബാച്ചിനേക്കാളും ഏറ്റവും നല്ലൊരു ബാച്ച് നിങ്ങളാണ്. 15, 16 എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം 15 ബാച്ച് പേഴ്സണലി. കാരണം നമ്മള് അത്യാവശ്യം നമ്മൾ കണക്റ്റഡാണ്, അറ്റാച്ച്ഡ് ആണ്. നിങ്ങൾ ഓരോരുത്തരെയും എനിക്കറിയാം. എല്ലാ ക്ലാസ്സിലും ഇതുപോലെ അറിയാൻ പറ്റില്ല എനിക്ക്. ഓരോ സ്റ്റുഡൻസിനും നമുക്ക് പർട്ടിക്കുലറൈസ് ചെയ്ത് പറയാൻ പറ്റും. ഈ ക്ലാസ്സിൽ എല്ലാവരും മിക്കവരും എനിക്ക് ക്ലാസ്സിൽ അറിയാം. കാരണം എന്താ? നിങ്ങൾ ഓരോരുത്തരും എന്നോട് സംസാരിക്കുന്നുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഓരോരുത്തർ ഫേസ് അറിയാം. ഓക്കെ, അപ്പോ ഞാൻ പറയുമ്പോ അങ്ങനെയാണ്, 15 ആണ്. ഇനിയിപ്പോ വന്ന ബാച്ചില് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാച്ച് ഏതാണെന്ന് വെച്ചാൽ അതിനും എനിക്ക് ആൻസർ ഉണ്ട് പറയാനായിട്ട്. അതൊരു പെർട്ടിക്കുലർ ബാച്ച് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ MT8 ആണോ മാം? MT8 അത് ഭയങ്കര ബാച്ചാ. ആ ബാച്ച് പോയിട്ട് ഒരു ഭയങ്കര വിഷമമായിരുന്നോ. സൂപ്പർ ബാച്ച്. അവരുടെ കോൺവക്കേഷൻ ഒക്കെ ഞങ്ങൾ ജീവിതത്തിൽ നടക്കില്ല. സൂപ്പർ കോൺവക്കേഷൻ ആയിരുന്നു. അത് അങ്ങനെയാണ്. 22 22 ബാച്ച് വന്നെങ്കിൽ MT8 ഞങ്ങള് പറയാത്ത ക്ലാസ് ഇല്ല. മിക്ക ക്ലാസ്സിൽ MT8നെ കുറിച്ച് പറയും. അങ്ങനെയാ, സ്പെഷ്യലാണ്. അങ്ങനെ ഓരോ ബാച്ചസ് ഉണ്ട്. ഒട്ടും സംസാരിക്കാത്ത ബാച്ച് ഉണ്ട്. അതിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാം പുറത്ത് MT11 എന്ന് പറഞ്ഞ ബാച്ച് ഉണ്ടായിരുന്നു. ഭയങ്കര ശോകമാണ്. അങ്ങനെ ഒരുപാട്. മനസ്സിലായോ? അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾക്കെതിരെ എന്ത് പറഞ്ഞാലും നമ്മള് ക്ലാസ്സിൽ എങ്ങനെയായിരുന്നോ അതാണ്. PG എന്ന് പറയുമ്പോൾ മനസ്സിലായിരിക്കുമല്ലോ. നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു ആ രീതിയിൽ നമ്മൾ ചിലപ്പോ ആ ക്ലാസ്സിൽ ബിഹേവ് ചെയ്യും. അതിനെതിരെ കംപ്ലൈന്റ് പറയുന്നവര് പറയട്ടെ. പക്ഷെ നമ്മള് അറിഞ്ഞുകൊണ്ട് ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് ഇതിലും അറിഞ്ഞുകൊണ്ട് ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു കാര്യം, ഒരു കംപ്ലൈന്റ് ആരെങ്കിലും പറഞ്ഞെങ്കിൽ ആ കംപ്ലൈന്റ് നമ്മളൊന്ന് റിവാല്യൂ ചെയ്യണം. കംപ്ലൈന്റ് പറയത്തക്ക എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടേ നമുക്ക്, അല്ലെ? ഇപ്പൊ എന്റെ ടീച്ചിങ് സ്റ്റൈലിനെ പറ്റി ഒരാരെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിനെതിരെ പ്രതികരിക്കാനായിരിക്കില്ല പോകാം. ഞാൻ ആലോചിക്കും, ഓക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെ? അത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുപോവാം. അത്രയേ ഉള്ളൂ. അതുപോലെ അവരെന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യും. അതും ലൈഫിൽ എടുക്കേണ്ട ഒരു പാടാണ് കേട്ടോ. നമുക്ക് ഇനിയും ഒരുപാട് ഇഷ്യൂസ്. നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സ് ആകുമ്പോ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് കംപ്ലൈന്റ്സ് ഒക്കെ പറയും കേട്ടോ. എല്ലാ ടീച്ചേഴ്സിനെയും ഒരിക്കലും എല്ലാ സ്റ്റുഡൻസ് ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾക്കുണ്ടല്ലോ പേഴ്സണലി പറയാനായിട്ട്. നിങ്ങൾക്കല്ലേ എല്ലാ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ? ഏതൊരു ടീച്ചറായിരിക്കും ഇഷ്ടം, അല്ലെ? അങ്ങനെയൊക്കെ പറയുമ്പോ മറ്റു ടീച്ചേഴ്സിനൊക്കെ വിഷമമാകില്ലേ? കുറച്ചെങ്കിലും വിഷമം വരാൻ ചാൻസ് ഉണ്ട്, അല്ലെ? അതുപോലെയാണ്
നമ്മളെ ഇഷ്ടപ്പെടുമ്പോ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ല. കംപ്ലൈന്റ്സ് വരും, പാരന്റ്സിന്റെ കംപ്ലൈന്റ്സ് വരും. അതൊക്കെ കേട്ട് പരിഹരിക്കാനും അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ നമുക്ക് വേണം. കേട്ട് പിന്മാറരുത്, തോറ്റു പോകരുത്. ലൈഫിൽ തോക്കാനേ പാടില്ലെന്നേ. തെറ്റാണ്, നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ അത് അത്രയും ധൈര്യത്തോടു കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് ആണ്, അക്സെപ്റ്റ് ചെയ്തു, ഇനി ഇത് ആവർത്തിക്കില്ല, കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു പ്രശ്നങ്ങളെല്ലാം. ഇത് നമ്മൾ ചെയ്ത തെറ്റല്ലാന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് ബാധിക്കാം. ഞാൻ ചെയ്ത തെറ്റല്ല. ഓക്കെ, ഏകദേശം കുറച്ചൊക്കെ മനസ്സിലായോ? ഇതൊക്കെയോ ഞാൻ പറഞ്ഞോ? മനസ്സിലായോ? അപ്പൊ അത് വിട്ടു കേട്ടോ, കഴിഞ്ഞു, പാസ്റ്റ് ഇസ് പാസ്റ്റ്, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. മനസ്സിലായി. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ അതിനെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ കുറച്ചൊക്കെ അറിഞ്ഞു, എനിക്കറിയാം. നിങ്ങളത് എന്നോട് പറയാത്തത് കൊണ്ട് ഞാൻ ക്ലാസ്സിൽ വന്ന ടോപ്പിക് എടുത്ത് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും ഉണ്ടാകുന്നത് കയ്യിൽ പോയത്. ഞാൻ അറിഞ്ഞു. ഓക്കെ, പോട്ടെ, കുഴപ്പമില്ല. തിരിച്ചു വരാം ആക്റ്റീവായിട്ടേക്ക്. ഇതിൽ ആരെയും ഞാൻ കുറ്റം പറയില്ല കേട്ടോ, അവരെയും ഞാൻ കുറ്റം പറയില്ല, 16നെയും കുറ്റം പറയില്ല. കാരണം എന്താണ്, അവര് കണ്ടുകൊടുക്കുന്ന ക്ലാസ് വേറെയാണ്. ആ ക്ലാസ്സിൽ ഇത്രയും ആക്റ്റീവായിട്ട് സംസാരിക്കുന്നവരൊക്കെ വളരെ കുറവാണ്. ഓ, അവർക്ക് നിങ്ങളിൽ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന കഴിയില്ല. അത് അവരുടെ തെറ്റുമല്ല, നിങ്ങളുടെ തെറ്റുമല്ല. മനസ്സിലായോ? അത്രയേ ഉള്ളൂന്നേ. ഇതിനൊക്കെ എന്തിനാ? അവര് കോൺവെക്കേഷന് വരട്ടെ, അവര് കോൺവെക്കേഷന് വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം, പെർഫോം ചെയ്യാം, അല്ലെ? നിങ്ങൾക്ക് അവിടെ ഹാപ്പി ആയിട്ട് നടക്കാം. അതുപോലെ അവർക്കും. അത്രയേ ഉള്ളൂ. സ്ട്രെങ്ത് കുറയുമ്പോഴാണ് അങ്ങനെ 2 ബാച്ചൊക്കെ വെച്ചിട്ട് കോൺവെക്കേഷൻ നടത്താം. MTH എന്നൊക്കെ പറയുമ്പോ എല്ലാ സ്റ്റുഡൻസും, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും വന്നു കോൺവെക്കേഷൻ. അപ്പൊ അവര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ തന്നെയായിരുന്നു 6ഉം 7ഉം ഒരുമിച്ചാണ് നടത്തി. പിന്നെ ഏതായിരുന്നു 10ഉം 11ഉം ഒരുമിച്ചായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ ഈ സാറ്റർഡേ വരുന്നത് 12, 13, 14 ഈ 3 ബാച്ച് ഒരുമിച്ചാണ്. സ്ട്രെങ്ത് കുറയുമ്പോഴാണ് അങ്ങനെ വരുന്നത് കേട്ടോ, അല്ല നിങ്ങൾക്ക് മാത്രം അങ്ങനെ നടത്തിയതല്ലേ. അപ്പൊ ഇനി വരുമ്പോ നിങ്ങൾ 15, 16 ഒരുമിച്ചായിരുന്നു. സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് ഒറ്റ ബാച്ചാണ്. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ ആയോ? മൈൻഡൊക്കെ ഓക്കെ ആയി, റിലാക്സ്ഡ് ആയി അല്ലെ? കൂടായല്ലോ. എന്റെ സമയം പോയി, 1/2 മണിക്കൂർ പോയി. എന്റെ പോഷണം തീർന്നിട്ടില്ല. നിങ്ങളോട് മിണ്ടിയത് കുഴപ്പം, സമയം പോണതേ അറിയില്ല. ഇതില് 9th ചാപ്റ്റർ ഞാൻ എടുക്കുന്നില്ല കേട്ടോ, ഇമ്പോർട്ടന്റ് അല്ല. എക്സാമിന് അധികം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാറില്ലാത്തത് കൊണ്ടും ഞാനത് മാറ്റാണ്, എടുക്കുന്നില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, അച്ഛന് തന്നെ പഠിക്കും. ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല്, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതൊക്കെ ഏകദേശം ഇപ്പോ ടെൻസും ഏകദേശം ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഗ്രാമർ സൈഡൊക്കെ ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ കിട്ടും. അതിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, എക്സാം വൈസ് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല കേട്ടോ. ഞാൻ എടുക്കുന്നില്ലേ. ഓക്കെ മാം, കോൺകോഡ് എടുത്തിട്ടില്ല. എടുക്കാൻ പോകുന്നു. ഇനിയിപ്പോ കോൺകോഡ് മാത്രമേ ഉള്ളൂ. കോൺകോഡ് അത്യാവശ്യം കൂടുതലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു പോകുമ്പോ കിളി പോയിരിക്കരുതേ. ഇതില് വേറൊരു കാര്യം, നെക്സ്റ്റ് ക്ലാസ് എനിക്ക് ഇല്ല. ഞാൻ ഏതെങ്കിലും ക്ലാസ്സിൽ കയറും, സ്പെഷ്യൽ എങ്കിലും വെക്കും, ജോയിൻ ചെയ്യണം. അത് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് എനിക്ക് നഷ്ടം. ടേം 2നെ കുറിച്ച് പറയണമെങ്കിൽ മാത്രം മതി. കേരള വേണ്ട, ഇപ്പൊ പറയണം. വേണം, തീർച്ചയായിട്ടും വേണം. ഞങ്ങൾ കേറിക്കോളാം. നല്ല സ്ഥലം. രമ്യയുടെ ഇവിടെ. ഞാനിവിടെ ഉണ്ട്. രമ്യ, സോറി കേട്ടോ, എനിക്ക് പേര് കിട്ടിയില്ല. ഞാനത് മറക്കില്ല, എനിക്ക് ഭയങ്കര വിഷമമായി എനിക്കത്. പറഞ്ഞല്ലോ മിസ്, ഞാൻ അവിടെ തന്നെ ഉണ്ട് മിസ്. ഞാൻ കേട്ടിരിക്കുന്നു മിസ് പറയുന്നത്. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇതേപോലെ ഞാൻ പറഞ്ഞു, ഞാൻ അഭിനയോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പേര് കിട്ടാത്തത്. ഞാൻ ഈ മറക്കില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല പേര്. അത് കുഴപ്പമില്ല മിസ്. പക്ഷെ ഈ കണ്ടറിയാം. പക്ഷെ പേര് 2 രമ്യ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇനി ഞാൻ പേര് മറക്കില്ല കേട്ടോ. എവിടെ കണ്ടാലും ഞാൻ പറയും, ഫുള്ളേ വരെ ഞാൻ പറയും. നോട്ട് ചെയ്തോളെ. ഓക്കെ, കോൺവെക്കേഷൻ വരുമ്പോ ഞാൻ മിസ്സിന്റെ അടുത്ത് ചോദിക്കും, മിസ് എന്നെ അറിയോ? അതെ, ഇപ്പൊ അതിനുള്ള കാര്യം ചോദിച്ചോ. ഓക്കെ, അപ്പോ അത് ഈ ക്ലാസ് ചെയ്ത് പോകണേ. കോൺകോഡ് മാത്രം എടുക്കാനുള്ളൂ. കോൺകോഡ് അത്യാവശ്യം കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. എന്നാലും ടെൻഷൻ എടുക്കണ്ട, ജസ്റ്റ് പറഞ്ഞു പോകും. ടേം 2നെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് നാളെയോ
ഫ്രൈഡേയോ ഉണ്ടാകും. 2:30 ആയിരിക്കും. 2:30 പോകും. എന്തൊക്കെ എപ്പോഴാണ് കൺവീനിയന്റ് എന്ന് പറയോ? 11:30 ഓക്കെ ആണോ നാളെ? മോർണിംഗും ആഫ്റ്റർനൂൺ ഒക്കെ ക്ലാസ് ഉണ്ട്. അപ്പൊ 2:30 ആകുമ്പോഴേക്കും ഫോണൊക്കെ ഡെഡ് ആവും ഒരുവിധം. ആണോ? അപ്പൊ എപ്പോഴാ വെക്കേണ്ടതെന്ന് പറയും. ഇന്ന് ആതിര മിസ് 10:30ക്കാണ് വെച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ടൈമിന് പറ്റുമോ മിസ്? 10:30 to 11:30 നേരത്തെ പോവോ? ക്ലാസ് ഉണ്ടല്ലേ, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈവനിങ് 7 മണിക്കൊക്കെ വെക്കാൻ പറ്റുമോ? എന്തോ 7 മണിക്കൊക്കെ പറ്റുമോ ഈവനിങ്? അപ്പൊ എല്ലാവരും മീറ്റിംഗ് കൊണ്ടിട്ടാണോ? നടപടിയാവില്ല. രാവിലെ വൈകിട്ട് രമ്യ ആണോ? ഇവിടെ ക്ലാസ് ടൈമിൽ മാത്രം. വീട്ടിൽ പോയി ഞാനില്ല. ഇതൊക്കെ ശ്രദ്ധിക്കാനേ പറ്റില്ല. എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. മോളൊക്കെ ബഹളായിരിക്കും. എനിക്ക് നാളെ നടക്കില്ല. ആ 2:30 മാത്രമേ ഞാൻ ഫ്രീ കേട്ടോ. ഫ്രൈഡേ ആണെങ്കിലോ? ഫ്രൈഡേ 11:30 ആണെങ്കിലോ? 11:30 പറ്റില്ല. പക്ഷെ 12 o'clock ആകുമ്പോ ഞങ്ങക്ക് PG ക്ലാസ് ഉണ്ടല്ലോ മിസ്. എന്നും 12 to 1 PG ക്ലാസ്സും 1:30 തൊട്ട് 2:30 വരെ എഴുതും. നാളെ നാളെ 10:30 ഞാൻ കയറണമെങ്കിൽ എനിക്ക് 10:30 ക്ലാസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. 3 മണിക്ക് വെക്കാം മിസ്സേ. 3 മണിക്ക് വെക്കാണ്. 2:30 തൊട്ട് 3:30. അല്ല മിസ്സേ 2:30ക്ക് നിങ്ങളുടെ ഡിപ്ലോമയുടെ ക്ലാസ് കഴിയല്ലോ. അപ്പൊ പിന്നെ 3 o'clock ആകുമ്പോ മിസ്സിന് തുടങ്ങിക്കൂടെ? മിസ്സേ 2:30ക്ക് നമ്മുടെ ഡിപ്ലോമയുടെ ക്ലാസ് കഴിയുമല്ലോ നാളെ. അപ്പൊ 3 o'clock മിസ്സിന്റെ ക്ലാസ് നടത്തിയാലോ? 3 o'clock ഞങ്ങളുടെ കറക്റ്റ് ടൈം ടീച്ചേഴ്സിന്റെ ടൈം വരുന്നത് 3:30 ആണ് കേട്ടോ. അപ്പൊ പിന്നെ മിസ് 2:30 മുതൽ 3:30 വരെ എടുത്തോളൂ. ഞങ്ങള് പ്രിപ്പയർഡ് ആയിരിക്കാം. കണ്ടിന്യൂ ചെയ്തോളാം. അതെ, 2:30 to 3:30. ഇപ്പൊ നിലവില് 4 ക്ലാസ് ഉണ്ട് മിസ്. എല്ലാം കൂടി വട്ടാവുന്നു. പോകുന്നവരല്ലേ അല്ലേ? നീ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ വരില്ല. ഒരു കാര്യം ചെയ്യും, നാളെയും കൂടെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. 2:30 ഓക്കെ മിസ്സേ, കുഴപ്പമില്ല. അതാണ് സങ്കടം. ഇനി ഫ്രൈഡേ വരല്ലേ ഉള്ളൂ ഡിപ്ലോമ. അതിന്റെ ഒരു സങ്കടം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നാ മതി. അത് ഞാൻ PG ഇല്ല. ഡിപ്ലോമ കഴിഞ്ഞ പിന്നെ ഞാൻ എന്നെ കാണേയില്ല. അശ്വറ്റൊക്കെ പോയി. ഓ, PG ക്ലാസ്സിൽ മിസ് വരില്ല അല്ലേ? അവിടെയും കൂടി വിളിച്ച് കേട്ടില്ല. അത് ജസ്റ്റ് മെസ്സേജ് അയച്ച് മാറ്റേണ്ട പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഗ്രൂപ്പിൽ കൊണ്ടുവന്നതാണ് അത് ഭയങ്കര വിഷയമായത്. അന്നത്തെ പ്രശ്നേ പോട്ടെ പോട്ടെ. നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എപ്പോഴും. വേറെ ചിന്തിച്ചാൽ മതി. കഴിഞ്ഞിട്ട് എന്തിനാണ് വെറുതെ? ഞാൻ അങ്ങനെയാണോ? വേറൊരു കാര്യവും എന്ത് കാര്യം ഞാൻ നേരോട് വേറെ ചിന്തിക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ 2:30 അഡ്ജസ്റ്റ് ചെയ്യണം എങ്ങനെയെങ്കിലും. നാളെ അല്ലെങ്കിൽ ഫ്രൈഡേ. ഓക്കെ, മാക്സിമം നാളത്തേക്ക് ഞാൻ പോകും. കാരണം എന്തെങ്കിലും ഇനി പറയാനുണ്ടെങ്കിൽ എനിക്ക് ഫ്രൈഡേ ആവാം. പിന്നെ തേഴ്സ്ഡേ 11:30 ഒന്നും എനിക്ക് പറ്റില്ല. മോൾക്ക് ബുക്ക് വാങ്ങിക്കാൻ പോണം. 2:30 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നില്ല. 2:30 അല്ലേ മാം? അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ മ്യൂട്ട് ചെയ്തോ. ഫസ്റ്റ് ടൈമിന്റെ പോലെ സെക്കൻഡ് ടൈമിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റില്ലേ? എന്തോ എന്റെ മോൾക്ക് മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയും ഇംഗ്ലീഷ് ക്ലാസ് ആണ് എന്നിട്ട് പറയും ഇംഗ്ലീഷ് ക്ലാസ് ഇത് മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അവളെ കാണിച്ചല്ലോ. റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റില്ലേ? ഇഷ്ടാണോ? പോയി ഇഷ്ടാണോ? പോയി കുറച്ചാണ്. എന്താണ് എന്താണ് ഇഷ്ടം? എന്താ മിസ്സിന് ഇഷ്ടമാവാൻ കാരണം? കേൾക്കണം. ആണോ? ചുമ്മാ പറഞ്ഞോ. പ്രത്യേകിച്ചൊന്നും ഇല്ല. അങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു അല്ലെ?
അല്ല മിസ്സിന്റെ ക്ലാസ് കേൾക്കുമ്പോ കുറച്ച് നല്ല ഇതുണ്ടല്ലോ പറയും. ആ മിസ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും പറയും. കോൺവെക്കേഷൻ വരാൻ പറയൂ. മോള് കണ്ടിരുന്നോ? ഇപ്രാവശ്യം ഞാൻ മോനെ കൊണ്ടുവന്നപ്പോ പറഞ്ഞ എന്നെ കൊണ്ടുപോയില്ലല്ലോ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ വീഡിയോ ഓൺ ആക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കൊണ്ടുപോയില്ലല്ലോ എന്നെ കാണിക്കാൻ, ഇപ്പൊ കാണിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നതാ. കോൺവെക്കേഷൻ വരാൻ പറയൂ. മോളുടെ പേരെന്താ? മോളുടെ പേര് പറഞ്ഞു എന്തായിരുന്നു? ഹവ്വ ഹാരിസ്. ഹവ്വ. ഹവ്വ. ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. നിങ്ങള് ഡാൻസ് കളിച്ച പാട്ടാ ടീച്ചേഴ്സ്. ഹവ്വ ഹവ്വ. അപ്പൊ ഹവ്വ എവിടെ കോൺവെക്കേഷൻ വരൂട്ടോ. ബൈബിളിലുണ്ട് ഹവ. അല്ല ഓക്കെ വരുവോ? കോൺവെക്കേഷൻ എന്തെങ്കിലും വരാ. ഞാൻ ചിലപ്പോ പോകും അബ്രോഡ്. അപ്പൊ അവരോട് പോവോ? എന്തായിരുന്നു കോൺവെക്കേഷൻ എന്നാ പറഞ്ഞേ? ജൂൺ ലാസ്റ്റ് ആണെങ്കിൽ അതുവരെ ഞാൻ നീട്ടിയതാ. അത് കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചപ്പോ ജൂലൈ അല്ലേ പറഞ്ഞു. ജൂലൈയിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ജൂലൈ 18 ആണ് തോന്നുന്നു. 18ന് ശേഷം. ഓ ഇത്രയും പോയല്ലേ. നിന്റെ എക്സാം അല്ലേ? അപ്പൊ ഉണ്ടാവില്ല അല്ലെ? ഇപ്പൊ മോളെ കാണാട്ടോ. എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ. ഒന്ന് ഞാൻ പറഞ്ഞു വന്നേ. നെക്സ്റ്റ് ക്ലാസ്സിൽ ടേം 2നെ കുറിച്ചായിരിക്കും പറയാം, എക്സാമിനെ കുറിച്ചായിരിക്കും പറയാം. പിന്നെ മെയിൻ എക്സാം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മെയിൻ എക്സാം എന്ത് ചെയ്യും? തന്നെ നോക്കിക്കോളൂ. ഞങ്ങളെ അറിയിച്ചാൽ മതി, ഞങ്ങൾ എപ്പോഴും കയറാൻ റെഡിയാണ്. അതൊക്കെ വരാൻ പറ്റില്ല എനിക്ക്. എനിക്ക് ഇടാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാലും മതി മിസ്. അത് ഓക്കെ, ഞാൻ അയച്ചത് എളുപ്പമാവും. എനിക്ക് ഫോണിക്സിന്റെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ഫോണിക്സിന്റെ ക്ലാസ് നമുക്ക് എക്സാമിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വെക്കാം. അതിന് ഉദ്ദേശം വേറെ ആണെങ്കിലും ഫോണിക്സ് എടുക്കണമല്ലോ അല്ലേ? വേണ്ടേ? ചുമ്മാ കുറച്ചേരം കേട്ടിരിക്കും. ഇപ്പൊ ഫോണിക്സ് എടുക്കുന്ന ടൈമിൽ ഞാൻ പറയുന്നത് ഇൻഫോം ചെയ്യും കേട്ടോ. ക്ലാസ് ഫോണിക്സിന്റെ ക്ലാസ് ഉണ്ടാവുന്ന ഇൻഫർമേഷൻ വരും. ഒരു 2 മണിക്കൂർ മാറ്റി വെക്കേണ്ടി വരും. ക്ലാസ് ഫോണിക്സ് കുറച്ചധികം പറയാനുണ്ടാവും. അതിന്റെ കൂടെ മെയിൻ എക്സാമിലേക്ക് ഇമ്പോർട്ടൻസ് കൂടെ പറഞ്ഞു. ഓക്കെ, ഇനി അതൊന്നും ടെൻഷൻ അടിക്കാതെ കണ്ട. അതുകൊണ്ട് മെയിൻ എക്സാം കൂളായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇംഗ്ലീഷ് ഒഴികെ ബാക്കിയെല്ലാം കൂളായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇംഗ്ലീഷിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ടേം 2 ആണെങ്കിലും മെയിൻ എക്സാം ആണെങ്കിലും ഇംഗ്ലീഷിനെ കുറിച്ച് ടെൻഷൻ അടിക്കുകയേ വേണ്ട. എന്നെക്കൊണ്ട് ആ രീതിയിലായിരിക്കും. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞു. ഇനി കോൺവേർഡിലേക്ക് പോവാം. കോൺവേർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എഗ്രിമെന്റ്. എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സബ്ജക്ട് ആൻഡ് ദ verb. വെർബും സബ്ജക്റ്റും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് എന്ത് കോൺവേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺവേർഡിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. ഒരുപാട് കോൺവേർഡ്സ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റൂൾസ് ഉണ്ട്. I think it's 16 or 16. 14 rules ഉണ്ട്. ഓക്കെ, ഈ 14 റൂൾസ് ഞാനിപ്പോ പറഞ്ഞു പോകും. ഇമ്പോർട്ടന്റ് ആയത് ഇതൊന്നും നമുക്കിപ്പോ ടേം 2 ഇതിനൊന്നും വരില്ല, മെയിൻ എക്സാമിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ ഈ 14 ഞാൻ പറഞ്ഞു പോകും. ഓക്കെ, മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ടെൻസ് പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാതിരിക്കാൻ ചാൻസ് കുറവാണ്, എളുപ്പമാണ് കേട്ടോ. അപ്പൊ കോൺവേർഡ് ഹെഡിങ് എഴുതി വെക്കും നോട്ട് ബുക്കിൽ. ഓക്കെ, കോൺവേർഡില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ടെൻസ് പഠിച്ചപ്പോ പറഞ്ഞൊരു കാര്യമാണ്. ഏതായിരുന്നു? സിംഗിൾ പ്രസന്റ് ടെൻസിന്റെ റൂൾ എന്തായിരുന്നു? സബ്ജക്ട് പ്ലസ് V1 അല്ലേ? റൂളാണ്, സ്ട്രക്ചർ ആണ്. റൂൾ എന്തായിരുന്നു? റൂൾ ഇപ്പൊ നടക്കുന്ന പ്രപഞ്ച സത്യങ്ങളെ കുറിച്ചും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പറയുന്ന അല്ലേ ഇതേ? അതായത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എന്ത് വരണം?
സിംഗുലർ വെർബും അതാണ് എന്റെ റൂൾ. ആ സെയിം റൂളാണ് ഇവിടെ. ഓക്കെ, കോൺവേർഡിൽ വന്നിരുന്ന സെയിം റൂളാണ്. ഫസ്റ്റ് വൺ ഇസ് ഏതാണ്? പ്ലൂറൽ സിംഗുലർ സബ്ജക്ട് യൂസ്ഡ് വിത്ത് സിംഗുലർ വെർബ് ആൻഡ് പ്ലൂറൽ സബ്ജക്ട് യൂസ്ഡ് വിത്ത് പ്ലൂറൽ വെർബ്. അത്രയേ ഉള്ളൂ കേട്ടോ. The pronouns I, we, you and they take a plural verb. അറിയാലോ സബ്ജക്ട് ഏതാണെന്നും എല്ലാം അറിയാം. അപ്പൊ റൂൾ ഇങ്ങനെ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ടെക്സ്റ്റിൽ നോക്കണ്ട കേട്ടോ. ടെക്സ്റ്റിൽ നോക്കി ടെക്സ്റ്റിലെ പോലെ എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ മാത്രം എഴുതാം. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യാം. രണ്ട് ടെക്സ്റ്റ് ആവുമ്പോൾ എഴുതി വെക്കാം. കഴിഞ്ഞു. അതാണ് കോൺവേർഡിൽ ഫസ്റ്റ് റൂൾ. മിസ്സേ ഒന്നുകൂടി പറയോ? സിംഗുലർ കോൺവേർഡ് അല്ല, കോൺവേർഡ് ഹെഡിങ് കൊടുത്തു, എന്നിട്ട് നമ്മൾ എഴുതി it's an agreement. It's an agreement. Concord is an agreement between subject and verb. വെർബും സബ്ജക്റ്റും തമ്മിൽ എഗ്രിമെന്റ് ആണ് ഇൻ ദ കോൺവേർഡ് എന്നുള്ളത്. എന്നിട്ട് അതിന്റെ റൂൾസ് ചെയ്താ. ഓക്കെ, ദ ഫസ്റ്റ് റൂൾ ഇസ് എന്താണ്? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പ്ലൂറൽ സബ്ജക്ട് take is plural verb and a singular subject take a singular verb. This is the first rule of convert. Example India. I like tea and he likes tea. That's the difference. I like tea and he likes tea. കഴിഞ്ഞല്ലോ. ഇനി റൂൾ നമ്പർ 2. സെക്കൻഡ് റൂൾ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ്ലി പഠിച്ചല്ലോ. ഓക്സിലറീസ് അല്ലെ, ഐയുടെ കൂടെ ആ, ഹി ഷീറ്റിന്റെ കൂടെ ഈസ്, പിന്നെന്താ യു വിയുടെ കൂടെ ആ. അത് പ്രസന്റില്. പാസ്റ്റ് ആണെങ്കിലോ വാസ് വരും, വേറെ വരും. എഴുതിക്കോളൂ. അതാണ് റൂൾ നമ്പർ 2. ഐ സബ്ജക്റ്റിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യണം? ആമും വാസും. ഓക്കെ, ആം ആൻഡ് വാസ് യൂസ്ഡ് വിത്ത് ദ സബ്ജക്ട് ഐ. And he, she, it is and also was. We can use was. Okay. പ്രസന്റ് ആയിട്ടും അല്ലെ പ്രസന്റ് പാസ്റ്റ് സെപ്പറേറ്റ് ചെയ്തെങ്കിൽ സെപ്പറേറ്റ് ചെയ്താൽ, ഒരുമിച്ച് എഴുതാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഐയുടെ കൂടെ ആം വരും, ഹി ഷീറ്റിന്റെ കൂടെ ഈസ് വരും, ഐയുടെ കൂടെ ആറ് വരും. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഐയുടെ കൂടെ വാസ്, പിന്നെ ഹി ഷീ ഇറ്റ് ഇല്ല ഐ ഹി ഷീ ഇറ്റിന്റെ കൂടെ വാസ് വരും, യുടെ കൂടെ ആറ് വേറെ വരും. മാം ഐയുടെ കൂടെ എന്താണ്? നെക്സ്റ്റ് കേട്ടോ. അസ്ന മ്യൂട്ട് ചെയ്യൂ, ഞാൻ പറയാം. പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യേണ്ടത് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നേ. നമ്മൾ ഓൾറെഡി ടെൻസ് പഠിച്ചതല്ലേ. അപ്പൊ ഇതാണ് എന്ത് സെക്കൻഡ് റൂൾ. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആറ്. അത് ഈ സബ്ജക്ട് തന്നെ വരുന്നില്ല കേട്ടോ, പേരാകാം. ഇപ്പൊ എക്സാമ്പിൾ നോക്കി ഇവിടെ ഡോഗ്സ് എന്ന് വരാം, ഇനി മൈ ഡോട്ടേഴ്സ് എന്ന് വരാം. അവിടെയൊക്കെ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ആറാണ് അല്ലെ. അത് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ നോക്കിയിട്ടാണേ. പാസ്റ്റ് ആണെങ്കിൽ വേറെ വരും, പ്രസന്റ് ആണെങ്കിൽ ആറ് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ?
കഴിഞ്ഞോ? ഇന്ന് നിങ്ങൾക്ക് 3 മണിക്ക് മിസ്സിന്റെ ക്ലാസ്സിൽ മിസ്സിന്റെ ക്ലാസ്സില്ലേ? ഞാൻ ഒരു 3 മണിയിൽ എടുത്ത കുഴപ്പമുണ്ടോ? അറിയൂ, ഫോണിനെ കുറിച്ച് ബുദ്ധിമുട്ട് വരുമോ? നിങ്ങൾ എപ്പോ തുടങ്ങിയിരിക്കുക? 12 മണിയോടെ ഇരിക്കുക. ഫുഡ് എന്തോ 12 മിസ് ഇന്ന് 10:30 തൊട്ട് നിൽക്കണേ. ഫുഡ് കഴിച്ചില്ല മിസ്സേ. ഫുഡ് ഇല്ല. പിള്ളേർക്ക് കൊടുത്തില്ല മിസ്സേ. എന്തായാലും ഫുൾ ടീം സംസാരിക്കില്ല, അതുകൊണ്ടാണ് ആദ്യം മോശം ചെയ്യാതെ. മനസ്സിലായോ? അല്ല, ക്യാമറ എന്തായാലും ഓഫ് അല്ലേ, വേണേ ഫുഡ് കഴിച്ചോളാൻ. ആ എന്തോ 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 മെബിയെ ക്യാമറ ഓൺ ചെയ്തേ ഫുഡ് കഴിക്കും. അതാണ് മെബിയ. അതാണ് മെബിയ. മെബിയക്ക് മാത്രമേ ഇങ്ങനെ പറ്റൂ. കഴിവണത്. ഓക്കെ, മതി മതി മതി. കണ്ടു ഇങ്ങനെ സമയം പോകുന്നത്. റൂൾ നമ്പർ 2. ഇനി തേർഡ് വൺ. ഇത് മനസ്സിലായോ? 1 ഉം 2 ഓക്കെ ആണോ? ഓക്കെ. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് എക്സാമ്പിൾ നോക്കി ഇവിടെ. ശരത് ആൻഡ് സണ്ണി 2 നൗൺ ജോയിൻ ചെയ്യുമ്പോ അതെന്തായി? പ്ലൂറലായി അല്ലെ? ശരത് ആൻഡ് സണ്ണി ആർ. പ്ലൂറൽ ആയതുകൊണ്ട് ആർ യൂസ് ചെയ്തു. ഓക്കെ. ഇനി മൈ വൈഫ് ആൻഡ് ഹർ ബ്രദർ എന്ന് പറയുന്നത് 2 പ്ലൂറൽ ജോയിൻ ചെയ്യും അല്ലെങ്കിൽ 2 നൗൺ ജോയിൻ ചെയ്യുമ്പോൾ അത് പ്ലൂറൽ ആകും. ഓക്കെ. ഇനി നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ എഴുതണം കേട്ടോ. 2 singular subject are joined by and the verb is plural. ഇവിടെ വെർബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഓക്സിലറി വെർബോ ഒക്കെ ആകാം കേട്ടോ. നോർമൽ വെർബോ ഓക്സിലറി വെർബോ ഒക്കെ ആകാം. മനസ്സിലായോ? ഇതില് കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഒന്നുകൂടെ പറയാം മിസ്സേ. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതണമെന്നില്ല കേട്ടോ. റൂൾ നമ്പർ 3 ഇങ്ങനെ എഴുതാം. 2 നൗൺ ജോയിൻ ചെയ്യുമ്പോ അത് പ്ലൂറലാണ്. അവിടെ യൂസ് ചെയ്യേണ്ട വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ. ഞാനും നീയും ജോയിൻ ചെയ്ത് നമ്മൾ 2 പേരായില്ലേ? പ്ലൂറൽ ആയില്ലേ? സിംഗുലർ എന്ന് പറഞ്ഞില്ലേ, ബാക്കി എഴുതിയില്ല. എന്തോ മിസ് 2 സിംഗുലർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങിയില്ലേ, അത് ബാക്കി എഴുതിയില്ല. two singular subject are joined by and. 2 singular subject and വെച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ the verb is plural. and ഒരു ഫോം ഇടുക. അല്ലെങ്കിൽ ഇങ്ങനെ ടെക്സ്റ്റ് തന്നിരിക്കുന്ന പോലെ എഴുതൂ. The verb is plural when 2 singular subject are joined by and. അതൊന്നും മിസ് പറഞ്ഞാ ശരി. മനസ്സിലായോ? ഓക്കെ. അനുമോളും രമ്യയും നമ്മൾ എങ്ങനെയാ പറയാം? മലയാളത്തിൽ പറയാം. അനുമോളും രമ്യയും എന്ന് പറയുമ്പോ നിങ്ങൾ 2 ഒന്നാ അല്ല, 2 രണ്ടാ. അപ്പൊ ആരായാലും അത് പ്ലൂറലായി. അത്രയേ ഉള്ളൂ. അത് റൂൾ നമ്പർ 3 ഒരെണ്ണം മാത്രം. മനസ്സിലായോ? അത് എഴുതി കഴിഞ്ഞോ? ഇനി അതിൽ തന്നെ വേറെ ഉണ്ടായിരുന്നു. നോക്കി, ബ്രാൻഡി ആൻഡ് സോഡ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അല്ല, ടെസ്റ്റ് പോകാം. ബ്രാൻഡി ആൻഡ് സോഡ എന്ന് പറയുമ്പോ രണ്ടും 2 നൗൺ ആണ്. ബ്രാൻഡി വേറെ സോഡ വേറെ. 2 നൗൺ ആണെങ്കിലും കിട്ടുന്ന ഐഡിയ ഈ കൺസെപ്റ്റ് ഒന്നായിരിക്കും. മനസ്സിലായോ? കിട്ടുന്ന ഐഡിയ ഒന്നായിരിക്കും. അതിൽ എക്സാമ്പിൾ ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് 2 രണ്ടാണെങ്കിലും കിട്ടുന്ന ഐഡിയ ഒന്നാണ്. അപ്പൊ അതെന്താവും? സിംഗുലർ വെർബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബ്രാൻഡി ആൻഡ് സോഡ വാസ് സെപ്പറേറ്റ് ആണ്. വാസ് വന്നാണ്ടോ? അത് ഐഡിയ ഒന്നായതുകൊണ്ടാണ് വാസ് വന്നത്. ഓക്കെ. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ടേസ്റ്റി ഫുഡ്. ഈസ് വരാൻ കാരണം എന്താ? ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്നാണ്. ഒറ്റ കോൺസെപ്റ്റാണ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈസ് വന്നത്. ഇനിയിപ്പോ ഞാൻ ചോദിക്കുകയാണ്, the bread and the butter എന്നാണെങ്കിലോ? the bread and
ദ ബട്ടർ എന്നാണെങ്കിൽ അത് രണ്ടും രണ്ടായിട്ടോ. ദ ബ്രെഡ് അല്ലേ പറഞ്ഞിരുന്നത് അല്ലേ? ദ ബ്രെഡ് ആൻഡ് ദ ബട്ടർ എന്നാണെങ്കിൽ അത് രണ്ടും രണ്ടാണ്. കൺഫ്യൂഷൻ ആകരുത് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്തോറും മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇത് ടെൻസ് എടുക്കുന്നതിന് മുന്നാണ് ഞാൻ അടുത്തേക്കോ. വല്ലാത്തൊരു അവസ്ഥയായിരിക്കല്ലേ, ഒന്നും മനസ്സിലാവില്ല. ഇത് പാർട്ടികളൊക്കെ മനസ്സിലായില്ലേ? ദ ബ്രെഡ് ആൻഡ് ദ ബട്ടർ നമ്മളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. ദാ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വെച്ചിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞപ്പോ അത് രണ്ടും രണ്ടായി. മനസ്സിലായോ? കിട്ടിയോ? ആദ്യം പറഞ്ഞ റൂൾ എന്താ? രണ്ട് രണ്ടു നൗണും കൂടി ചേർന്ന കൺസെപ്റ്റ് ഒന്നാണെങ്കിൽ അത് സിംഗുലർ. രണ്ടും സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ പ്ലൂറൽ അല്ലേ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയില്ല, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇവിടെ ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക്. ഇങ്ങനെ വേണമെങ്കിൽ കേട്ടോ. തേർഡില് ഫസ്റ്റ് റൂള് നൗൺ പ്ലസ് നൗൺ ഈസ് ഈക്വൽ ടു പ്ലൂറൽ വെർബ്. ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് എന്താണ്? നൗൺ പ്ലസ് നൗൺ വരുമ്പോ ഐഡിയ ഒന്നാണെങ്കിൽ ഈസ് ഈക്വൽ ടു സിംഗുലർ വെർബ്. സിംഗുലർ വെർബ് യൂസ് ചെയ്യും. ഓക്കെ, കിട്ടിയോ? വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം. നമുക്ക് എത്ര ഈസി ആണെന്ന് അറിയില്ല, പറ്റുമെങ്കിൽ എഴുതും. ഇനി അതിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്തതെങ്കിൽ ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് ഇപ്പോ ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? ആർട്ടിക്കിൾ പ്ലസ് നൗൺ ഈസ് ഈക്വൽ ടു SB എന്തായിരിക്കും? മിസ്സേ ദ ബ്രെഡ് ആൻഡ് ബട്ടർ അങ്ങനെ വരില്ല മിസ്സേ? ഒരു സബ്ജക്റ്റിന്റെ മുമ്പിൽ മാത്രം ആർട്ടിക്കിൾ ചേർത്തും മറ്റേ നൗണിന്റെ മുമ്പിൽ ആർട്ടിക്കിൾ ചേർക്കാതെ വന്നാൽ അത് സിംഗുലർ. ഇങ്ങനെയാണോ? പഠിച്ചു. അപ്പൊ ഇങ്ങനെ എഴുതാറില്ലല്ലോ, മനസ്സിലാവണ്ടല്ലോ അല്ലെ? അതായത് ഒരു നൗണിന്റെ കൂടെ മാത്രം ആർട്ടിക്കിൾ വരും. ഇവിടെ നോക്കി, എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്നല്ലേ പറഞ്ഞേ? ആർട്ടിക്കിൾ ഒന്നേ ഉള്ളൂ അവിടെ. മനസ്സിലായോ? അപ്പൊ സിംഗുലർ വെർബ്. ബേബിയാ നല്ലത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കുറച്ചൊക്കെ ബഹളാ ബാക്കില്. ഓടിച്ചു വിട്ടും മടുത്ത് ഇച്ചിരി അവിടെ നിന്ന് ഇവിടുന്ന് കേൾക്കുന്നുള്ളൂ ഇപ്പൊ. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ ഒന്നാണ് യൂസ് ചെയ്തെങ്കിൽ അത് സിംഗുലർ വെർബ് ആയിട്ട് മാറും. ഇനി രണ്ട് ആർട്ടിക്കിൾ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ആർട്ടിക്കിളോ പൊസസീവോ എന്താണെങ്കിൽ പോലും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലൂറലാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ഫോട്ടോ. ഇവിടെ കണ്ടോ? എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് കാറ്റ്. RC 6 വന്നു. കാരണം എന്താ? രണ്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്തുകൊണ്ട് രണ്ട് പൂച്ചയാണത്.
ഇപ്പൊ പറയാണോ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാറ്റ് എന്ന് പറയുകയാണെങ്കിൽ ബ്ലാക്കും വൈറ്റ് മിക്സ് ചെയ്തൊരു പൂച്ച. എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ചെയ്തൊരു പൂച്ച. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ക്യാറ്റ് എന്നാണ് പറയുന്നെങ്കിലോ ഒരു ബ്ലാക്ക് ക്യാറ്റ് ഉണ്ട് അവിടെ, ഒരു വൈറ്റ് ക്യാറ്റ് ഉണ്ട്. കറുത്ത പൂച്ചയുണ്ട്, വെളുത്ത പൂച്ചയുണ്ട്. മനസ്സിലായോ? അപ്പൊ രണ്ട് ആർട്ടിക്കിൾ വരുമ്പോ വെർബ് പ്ലൂറലാണ്. ഇനിയിപ്പോ ആർട്ടിക്കിൾ പറഞ്ഞു. ഇനി ഓണർഷിപ്പ് ആണെങ്കിലോ മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ. എന്റെ അങ്കിളും ഗാർഡിയനും ഒരാളല്ല. ഇപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞെങ്കിൽ മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ആണെങ്കിൽ അതെന്താകും? സിംഗുലർ ആകും. അതായത് എന്റെ അങ്കിളും ഗാർഡിയനും ഒരാളായിരിക്കും. അപ്പൊ സിംഗുലർ ആകും. ഇനി പറയാണ് മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്ന് പറയുമ്പോ അത് രണ്ടും രണ്ടാൾക്കാരായിരിക്കും. അപ്പൊ അത് പ്ലൂറൽ ആകും. ഇത്രയും മനസ്സിലായോ? ഇനി ജസ്റ്റ് നിങ്ങൾക്ക് മൂന്നാമത്തെ റൂൾ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ക്ലിയർ ആവും കേട്ടോ. ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കഴിഞ്ഞു. പിന്നെ നാലാമത്തേക്ക് പോട്ടെ. ഇവിടെ ഐദർ അല്ലെ, ഓർ അല്ലെങ്കിൽ ഐദർ ഓർ അല്ലെങ്കിൽ നൈദർ. ഒരു ഡൗട്ട്, മൂന്നാമത്തേത് തന്നെയാണ് ഇപ്പൊ രണ്ട് ഇത് പറഞ്ഞത്? ഇത് ഫുള്ള് മൂന്നാമത്തെയാണ് കേട്ടോ. ഈ നാലാമത്തേക്ക് പോവാണേ. ഫോർത്ത് വൺ ഇവിടെ ഓർ ടെക്സ്റ്റിലൂടെ നോക്കാം. ഓർ, ഐദർ ഓർ, നൈദർ ഓർ. ഇപ്പൊ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഓറും ഐദറോ നൈദറും ഒക്കെ കാണുകയാണെങ്കിൽ അത് കോൺവേർഡിംഗ് ആണ്. ചിലപ്പോൾ ഇത് ചോദിക്കുന്നത് ഇങ്ങനെയല്ല, ഫില്ലിന്റെ ബ്ലാങ്ക്സ് വെച്ചിട്ട് കൂടുതലും ചോദിക്കാം. ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇപ്പൊ സുനിത ഓർ ഹർ സിസ്റ്റർ ഡാഷ് ദ റൂം എവറി വീക്ക്. നമുക്ക് ഓപ്ഷൻസ് അവിടെ തരും. ക്ലീൻസ്, ക്ലീൻഡ്, ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞത് തരും. എന്തായിരിക്കും വരാം? സുനിത ഓർ ഹർ സിസ്റ്റർ. സുനിത അല്ലെങ്കിൽ അവളുടെ അനിയത്തി, ഒരാളാണ് അവിടെ അല്ലെ. ഒരാളായതുകൊണ്ട് ഇത് വെർബ് എന്തായിരിക്കും? സിംഗുലർ ആണ്. സിംഗുലർ ആയിരിക്കും. നൗണിന്റെ കൂടെ ഓർ വരാണ്. നൗൺ ഓർ നൗൺ is equal to S3 singular verb. Okay, അവിടെ ഒരു വ്യത്യാസമുണ്ട്. നൗൺ ഇവിടെ ഞാനിപ്പോ പറഞ്ഞത് എഴുതണ്ട, നൗൺ ഓർ നൗൺ എഴുതണ്ട, ഇതിന്റെ കൂടെ എഴുതുന്നുണ്ട്. ഇപ്പോ ഓരോ ഐദറോ ഒക്കെ വരികയാണെങ്കിൽ രണ്ട് സബ്ജക്ട് എന്തായാലും ഉണ്ടാവും അല്ലെ. ഇപ്പൊ സുനിത ഓർ ഹർ സിസ്റ്റർ രണ്ട് സബ്ജക്ട് ഉണ്ട്, രണ്ട് പേരുണ്ട്. ഇവിടെ നമ്മള് വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സുനിത ഓർ ഹർ സിസ്റ്റേഴ്സ് എന്നാണെങ്കിൽ സെക്കൻഡ് സബ്ജക്ട് നോക്കിയിട്ടാണ് നമ്മളിവിടെ വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. സെക്കൻഡ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറലും, സെക്കൻഡ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. മനസ്സിലായോ? അത് നിങ്ങൾ എങ്ങനെയും എഴുതുക. ഈ റൂൾ എങ്ങനെയാ പറയും? ഓരോ ഐദർ ഓരോ നൈദർ ഓരോ വരുമ്പോ സെന്റൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ രണ്ട് സബ്ജക്ട് എന്തായാലും ഉണ്ടാവും. അപ്പോ സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കാം. സെക്കൻഡ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വരുന്ന വെർബ് സിംഗുലറോ, സെക്കൻഡ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വരുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കും. മനസ്സിലാക്കുന്ന പോലെ എഴുതി വെക്കും കേട്ടോ. ഇവിടെ നോക്കി, ദ ബോയ്സ് ഓർ ദ ഗേൾസ് രണ്ടും പ്ലൂറൽ ആണ്. സോ വി ക്യാൻ യൂസ് പ്ലൂറൽ. ഐദർ യുവർ ഫാദർ ഓർ യുവർ മദർ രണ്ടും സിംഗുലർ ആയതുകൊണ്ട് അതിനെ ആസ് യൂസ് ചെയ്തു. ഐദർ മാംഗോസ് ഓർ ഓറഞ്ചസ്. ഓക്കെ, ഇപ്പൊ ഇവിടെ പറയാണ് ഐദർ മാംഗോ ഓർ ഓറഞ്ചസ് ഡാഷ് ഡിമാൻഡഡ് എന്ന് വന്നാല് എന്ത് വരും? ഐദർ മാംഗോ ഓർ ഓറഞ്ചസ് ഡാഷ് ഡിമാൻഡഡ്. ഈ ഡാഷ് എന്ത് ആറായിരിക്കും. രണ്ടും പ്ലൂറലാണ്. സെക്കൻഡ് സബ്ജക്ട് പ്ലൂറലാണ്. സെക്കൻഡ് സബ്ജക്ട് പ്ലൂറൽ അല്ല മിസ്, അപ്പൊ പ്ലൂറൽ അല്ലേ വരണ്ടേ?
ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, നോക്കിയത്. ഇവിടെ എന്ത് വരും? ഐദർ ബോയ് ഓർ ഗേൾസ്. എന്ത് വെർബ് വരും? ആറല്ലേ മിസ്സേ? ആറെന്നല്ല, വെർബ് ഏത് വരും എന്ന് പറഞ്ഞു. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഐദർ ബോയ് ഓർ ഗേൾസ്. ഡാഷ് ഉള്ളവർക്ക് വെർബ് എന്ത് വരും? പ്ലൂറൽ വരും, സിംഗുലർ വരും? ആറല്ലേ? പ്ലൂറൽ വരും. പ്ലൂറൽ ഓർ സിംഗുലർ? ഏത് വരും? പ്ലൂറൽ. പ്ലൂറൽ വരും. കാരണം എന്താ? സെക്കൻഡ് സബ്ജക്ട് ഗേൾസ് ആണ്, പ്ലൂറൽ ആണ്. കിട്ടിയോ? ഓക്കെ, ഫോർത്ത് വൺ മനസ്സിലായല്ലോ. സെക്കൻഡ് സബ്ജക്ട് നോക്കാം. ഐദറോ നൈദറോ ഓറോ ഒക്കെ വരാണെങ്കിൽ സെക്കൻഡ് സബ്ജക്ട് നോക്കാം, അത്രയേ ഉള്ളൂ. ഇനി ഫിഫ്ത് വൺ നോക്കി. ആസ് വെൽ ആസ് വരാണെങ്കിൽ ആസ് വെൽ ആസ് വരുള്ളൂ, വേറെ ഒന്നും വരില്ല. റാദർ ദാൻ ഉണ്ട്, വിത്ത് ഉണ്ട്, വെലോങ് വിത്ത് ഉണ്ട്, ടുഗദർ വിത്ത്, അത് നോക്കണ്ട. ആസ് വെൽ ആസ് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ആസ് വെൽ ആസ് വെച്ച് വരുള്ളൂ. ആസ് വെൽ ആസ് പറയുന്നെങ്കിൽ ഇവിടെ നോക്കേണ്ടത് സബ്ജക്ട് ഫസ്റ്റ് ആയിരിക്കണം. ഇവിടെ ആസ് വെൽ ആസ് ആണ് വരുന്നെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് നോക്കേണ്ടത്. ഫസ്റ്റ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറലും, ഫസ്റ്റ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഐദർ നൈദറിലൊക്കെ സെക്കൻഡ് സബ്ജക്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ ആസ് വെൽ ആസ് വരുമ്പോ ഫസ്റ്റ് സബ്ജക്ട് നോക്കണം, അത്രയേ ഉള്ളൂ. ഇത് ശരിക്കും കിളി പോകും മിസ്സേ. കിളി പോകും, ഉറപ്പാണ് കിളി പോകും. ഈ 14 നമുക്ക് തരുമ്പോ നിങ്ങളുടെ കിളി 20 ആകും. ഇത് പറഞ്ഞു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 14 പിന്നെ അങ്ങോട്ട് കുഴപ്പമുണ്ടാവില്ല. നിങ്ങള് ഇപ്പൊ 4 5 ടൈപ്പ് ചെയ്ത് വിടുവോ? ആസ് വെൽ ആസ് ഹസ്ന ഇങ്ങനെ എഴുതിയാലും മതി. സെന്റൻസില് ആസ് വെൽ ആസ് വന്നാല് അവിടെ 2 സബ്ജക്ട് കാണും. അപ്പൊ നമ്മള് ഫസ്റ്റ് സബ്ജക്ട് നോക്കാം. ഫസ്റ്റ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറല്, ഫസ്റ്റ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ. മാം ഒന്നുകൂടി പറയോ? ആസ് വെൽ ആസ് 2 സബ്ജക്ട്സ്. ഓ അങ്ങനെ ഇംഗ്ലീഷ് എഴുതാമോ? ഇംഗ്ലീഷ് ചെയ്യണം, കൺഗ്ലീഷ് ചെയ്യണം. അസ്ന പറഞ്ഞു കഴിയുമ്പോ അപ്പൊ അതിനെ മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. ഇവിടെ മൈ ബ്രദർ ആസ് വെൽ ആസ് മൈ സിസ്റ്റർ ഹാസ് കോൾഡ്. ഓക്കെ, ഇവിടെ നോക്കി മൈ ബ്രദേഴ്സ് ആസ് വെൽ ആസ് മൈ സിസ്റ്റർ ഹാവ് റിട്ടേൺ. ഇവിടെ ഹാവ് വരാൻ കാരണം എന്താ? ഈ സെന്റൻസിലെ ഫസ്റ്റ് സബ്ജക്ട് എന്താ? പ്ലൂറൽ ആണ്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങളെ കുറ്റം വേണ്ട കാര്യമില്ല. ഇത് അവസാന സമയത്ത് ഞാൻ എടുത്തപ്പോ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം, സെറ്റ് ആക്കി തരാം. ഹസ്ന ഞാൻ പറയട്ടെ. മൈ ബ്രദർ ആസ് വെൽ ആസ് മൈ സിസ്റ്റർ, 2 സബ്ജക്റ്റും സിംഗുലർ ആണ്, ബ്രദർ സിസ്റ്റർ. അപ്പം വെർബ് വരുമ്പം ഹാസ് സിംഗുലർ വെർബ് ആയിരിക്കും. അതുപോലെ തന്നെ മൈ ബ്രദേഴ്സ് ആസ് വെൽ ആസ് മൈ സിസ്റ്റർ ഹാവ് റിട്ടൺ, പ്ലൂറൽ ആയതുകൊണ്ട് വെർബും പ്ലൂറൽ. ഹാവ് റിട്ടൺ. നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ഇത് ആറ് ഹാവ് ഹാസ് അത് ഒരിക്കലും പറയരുത്. സിംഗുലർ ഓർ വെർബ്, സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ, ഇത് മാത്രം പഠിക്കാം. കാരണം എക്സാമിൽ ചോദിക്കുന്നത് ഹാസ് ഹാവ് ആയിരിക്കില്ല, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊക്കെ ആയിരിക്കും. ഒരു കാര്യം ചെയ്യാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ എടുത്ത കോൺവർ ഉണ്ടല്ലോ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരും. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള കോൺവെർട്ടൊക്കെ ഒന്ന് ക്ലാസ്സിലൊന്ന് നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയേ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും നോക്കും. ഓക്കെ, എന്നിപ്പോ ടൈം കളയുന്നില്ല, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. 3 മണിക്ക് ക്ലാസ് ഉണ്ട്, നടക്കട്ടെ, അത് പിന്നെ കാണാം.
നാളെ എന്തായാലും ഞാൻ ഉണ്ടാവും കേട്ടോ. 2:30 വെക്കും. നാളത്തോടു കൂടി ക്ലാസ് കഴിഞ്ഞില്ലെങ്കിൽ ഫ്രൈഡേയിലേക്കും വെക്കും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇതൊന്നും പറയാനില്ല. ഈ വീക്ക് നിങ്ങൾ പറഞ്ഞു വിടണം. ശരിയായില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ കാണാം. സൈൻ ഔട്ടെങ്കിലും പറയുന്നത് പോട്ടെ. Thank you, ma'am. Thank you for your wonderful class. Today you took a very difficult topic. The last topic, I didn't understand anything. Thank you everyone for attending the class. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Okay, അപ്പോൾ thank you all. Thank you. Okay, thank you, ma'am. Thank you, ma'am. Thank you, ma'am.